ആഴിമലയിൽ എത്രാമത്തെ തൊട്ടാണ് പൊങ്കാലിടാൻ വരുന്നത്? കുഞ്ഞുനാളിലേക്ക് വരും. കുഞ്ഞുനാളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആഴിമലയാണ്. ആഴിമലയിലെ പൊങ്കാല വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നാളിലെ വരാറുണ്ട്. ഓക്കെ, മെമ്പേഴ്സാണ്. അപ്പോൾ ഉത്സവം തുടങ്ങുമ്പോഴേ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, തുടക്കം മുതലേ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് മുതലേ ലാസ്റ്റ് വരെ നമ്മൾ ഇവിടെ ഉണ്ട്. ലാസ്റ്റ് അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ആഴിമലയുടെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ പൊങ്കാലയുടെ? 80ാമത്തെ വർഷമാണ്. 80 വർഷവും ഇതുപോലെ പൊങ്കാല ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് മാത്രം ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാ വർഷവും. ഓക്കെ, നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ആ ഒരു ക്രൗഡും ആ ഒരു അറേഞ്ച്മെന്റും ഇപ്പോഴും വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ആൾക്കാരുടെ ഒരു ഇപ്പോഴും വെച്ച് നോക്കിയാൽ ഇപ്പോഴും ക്രൗഡ് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നല്ല ഒരുപാട് ഇപ്പം വികസനങ്ങൾ ഒരുപാട് വന്നിട്ടില്ലേ, അപ്പൊ അതിൻ്റെതായ ക്രൗഡ് എല്ലാ ദിവസവും പിന്നെ എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, എന്താണ് ഇതിനെ പറ്റി അഭിപ്രായം? എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എല്ലാ ആൾക്കാരും ഇവിടെ വന്നു ചേരുന്നുണ്ട്, എല്ലാ നാനാ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും. ഓക്കെ, ഇത്തവണ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടോ? ആഗ്രഹമൊന്നുമില്ല, പ്രത്യേകിച്ച് നാളെ ഘോഷയാത്ര, നമ്മുടെ എല്ലാ അവസാനം ആറാട്ടം ഘോഷയാത്ര. ഓക്കെ, താങ്ക് യു. വിശേഷം മോനെ, സന്തോഷമായിട്ടുള്ള ദിവസമാണെന്ന്. രാവിലെ വന്ന് സംഘം നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും സാധിച്ച് ഇനിയിപ്പം വന്ന് രാവിലെ വന്ന് ഭക്ഷണം കഴിച്ചു, പ്രഭാത ഭക്ഷണം കഴിച്ചു, ഭഗവാന്റെ പ്രസാദം കഴിച്ചു. ഇപ്പം സന്തോഷമായിട്ട് പായസം വയ്ക്കണം. ഓക്കെ, എല്ലാ വർഷവും ഇവിടെ പൊങ്കാലിടാൻ വരാറുണ്ടോ? കുറെ ഒരു 8 വർഷം വന്നു മക്കളെ. 8 വർഷം വന്നു. എല്ലാ വർഷത്തെയും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാറുണ്ടോ? എല്ലാ വർഷത്തെ 2 പൊങ്കാലേ ഞാനിടും. ഓക്കെ, ഒരു സെക്കൻഡ്. ക്ഷേത്രത്തിൽ എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? ആദ്യമായിട്ട് വരാണ്. സ്ഥലം എവിടെയാണ്? ആണോ? ബാലരാരത്ത് ഉണ്ടായിട്ടും ഇത്രയും കാലമായിട്ട് ഇവിടെ പൊങ്കാലിടാൻ വരാത്ത എന്താ? പല പല കാരണങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. ആ, ഓക്കെ. അമ്മച്ചി എത്രാമത്തെ പ്രാവശ്യം പൊങ്കാലിടാൻ? 9ാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല. എവിടെ സ്ഥലം? ഓക്കെ, എത്രാമത്തെ തൊട്ടാണ് പൊങ്കാലിടാൻ വരുന്ന? ഒരുപാട് വർഷമായി. അമ്മച്ചി എത്രാമത്തെ തൊട്ടാ പൊങ്കാലിടാൻ വരുന്ന? അമ്മച്ചി എത്രാമത്തെ തൊട്ടാ പൊങ്കാലിടാൻ വരുന്ന? ഓർമ്മയില്ല. ചെറുപ്പം മുതലേ ഇവിടെ വരാറുണ്ട് പൊങ്കാലിടാൻ. നമ്മുടെ ആഴിമല പൊങ്കാലിട എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നത്? നിങ്ങള് വർഷങ്ങളായിട്ട് വരാറുണ്ടോ? 3ാമത്തെ പ്രാവശ്യം. എത്രാമത്തെ പ്രാവശ്യം? 3ാമത്തെ പ്രാവശ്യം. 3ാമത്തെ പ്രാവശ്യമാണോ? എവിടെ സ്ഥലം? എവിടെയാണ്? ശ്രീകാര്യം. ഓക്കെ, ശ്രീകാര്യത്തിൽ നിന്ന് ഇവിടെ പൊങ്കാലിടാൻ വേണ്ടി വരുന്നതാണ്. 3ാമത്തെ പ്രാവശ്യം അടുപ്പിച്ചാണോ വരുന്നത്? ഇടയ്ക്കിടയ്ക്ക്. ചേച്ചി എത്രാമത്തെ പ്രാവശ്യം പൊങ്കാലിട? 2ാമത്തെ പ്രാവശ്യം. എവിടെ സ്ഥലം? എവിടെയാണ്? മംഗലത്ത് കോണം. 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നു? ഇല്ല. ഓക്കെ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? പൊങ്കാല ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് 16 വർഷമായി. അന്ന് മുതൽ ഇടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖം. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? 1 വർഷമായതുള്ളൂ. ഇവിടെ അല്ലേ? 20 വർഷമായി. എവിടെ സ്ഥലം? എവിടെയാണ്? ഇവിടെ തന്നെയാണ്. ചേച്ചി, അപ്പൊ കണക്കുകൾ നോക്കിയാൽ ഒരു 10-40 വർഷമായിട്ട് പൊങ്കാലിടാൻ വരുന്നുണ്ടോ ഇവിടെ? 40-40 ആയിട്ടില്ല. അപ്പൊ അത്രയും വയസ്സായില്ലെന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചു വന്നിട്ട് 16 വർഷമായി. അന്ന് മുതൽ ഇടാൻ മുന്നേ വരുന്നുണ്ടായിരുന്നു. എന്റെ അമ്മയൊക്കെ വരുമായിരുന്നു. ശരി ചേച്ചി, അപ്പൊ ഓക്കെ. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? 10-23 കൊല്ലമായിട്ട് ഇടുന്നുണ്ട്. 10-15 വർഷമായിട്ടുണ്ട്. എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നത്? കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ആദ്യത്തെ പൊങ്കാലങ്ങാട്ട് ഇപ്പം എങ്ങനെയുണ്ട് ആൾക്കാരുടെ എണ്ണം? നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. എത്രാമത്തെ പ്രാവശ്യമാണ് അമ്മച്ചി പൊങ്കാലിടാൻ വരുന്നത്? 10-15 വർഷമായിട്ടുണ്ട്. എത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പൊങ്കാലിടാൻ വരുന്നത്? 5ാമത്തെ തവണയാണ് പൊങ്കാലിടാൻ വരുന്നത്. ഇവിടെ സ്ഥലം എവിടെയാണ്?
ഓക്കെ ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങൾ? ഇങ്ങോട്ട് നോക്കൂലേ? എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്? 5ാമത്തെ തവണയാണ്. ഇവിടെ ചേച്ചി ഭയങ്കര തിരക്കിലാണ്. എന്താണ് പൊങ്കാല വിശേഷങ്ങളൊക്കെ പറയാനുള്ളത്? ഒത്തിരി വർഷമായിട്ടുണ്ട്. ഇപ്പം എന്താണ് മെയിനായിട്ട് ഇത്തവണ ഉള്ള ആഗ്രഹം എന്താണ്? ഓക്കെ, ഇവിടെ എന്താണ് വിശേഷങ്ങൾ? 8ാമത്തെ തവണയാണ് വരുന്നത്. ഇത്തവണ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ സ്പെഷ്യലായിട്ട്? ആ, അത് കറക്റ്റാണ്. ചേച്ചി ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. എന്തുണ്ട് വിശേഷങ്ങൾ? പൊങ്കാല വിശേഷങ്ങൾ എന്താണ്? ആദ്യത്തെയും ഇപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടോ ഇവിടെ? ക്രൗഡ് ഭയങ്കര തിരക്കാണ്. അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആറ്റുകാല് വരുന്ന പോലെ സ്പോട്ട് നേരത്തെ പോയിട്ട് പിടിക്കേണ്ടി വരും അല്ലേ? എല്ലാ ചൊവ്വാഴ്ച. എത്ര മണിക്കാ? 5 മണിക്ക്. ഓക്കെ ചേച്ചി, പൊങ്കാല വിശേഷങ്ങൾ എന്താണ്? ആഴിമല പൊങ്കാല വിശേഷങ്ങൾ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണ്? എന്താണ് എടുത്തു പറയാനുള്ളത്? തൊട്ടടുത്ത് കടലിന്റെ അടുത്ത് നിന്നിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പൊങ്കാലിടാൻ വേണ്ടി പറ്റും. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്നത്? 3ാമത്തെ പ്രാവശ്യമാണ്. എവിടെ സ്ഥലം എവിടെയാണ്? പള്ളിച്ചൽ. രണ്ടുപേരും സിസ്റ്റേഴ്സാ? ഓക്കെ. വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം. പൊങ്കാലൊക്കെ ഏതുവരായി? ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ? ആദ്യത്തെ പ്രാവശ്യമാണ്. അത് ഈ കടലിന്റെ സൈഡിൽ തന്നെ വന്നിടാനുള്ള കാരണം എന്തോ? നല്ലൊരു അന്തരീക്ഷം, നമുക്ക് നല്ലൊരു അനുഭവമാണ്. പിന്നെ വേറെ പ്രശ്നം ഈ തെങ്ങിന്റെ അടിയിലൊക്കെ ഇരിക്കുന്നത് റിസ്ക് ആണ്. അത് കുഴപ്പമൊന്നുമില്ല, അത് ഭഗവാൻ നോക്കിയോളൂ. ഭഗവാൻ നോക്കിയോളൂ. ഓക്കെ. വിശേഷങ്ങളൊക്കെ സുഖം. എല്ലാരും നല്ല വിശേഷം, നല്ലൊരു അന്തരീക്ഷം, നന്നായിട്ട് പോകുന്നുണ്ട്. ഭഗവാനെ കണ്ടു, തൊഴുതു. എത്രാമത്തെ പ്രാവശ്യമാണ്? ആദ്യമായിട്ട് ഞങ്ങൾ പൊങ്കാലയ്ക്ക് വന്നത്. ആദ്യമായിട്ട്. എവിടെ സ്ഥലം എവിടെയാണ്? സ്ഥലം കൂട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇന്നലെ തൊഴാൻ വന്നപ്പോഴാണ് ഇന്ന് പൊങ്കാല എന്ന് അറിയണത്. പൊങ്കാല അങ്ങനെ ഇന്ന് വന്നതാണ്. അങ്ങനെയാണ് ഇന്ന് വന്നത്. ഇതാരും അമ്മയാണോ? ആ, ഓക്കെ. എന്തുണ്ട് അമ്മച്ചി വിശേഷങ്ങളൊക്കെ? ഞാൻ വെള്ളാണിന്ന് വരുന്നതാണ്. പതിവായിട്ട് അമ്മയുടെ നടയിൽ ഈ പൊങ്കാലയിടും, കുംഭത്തിലെ ശിവരാത്രി പൊങ്കാലയിടും. ശിവനെ എന്റെ കയ്യിൽ ശിവനെ നല്ലവണ്ണം അനുഗ്രഹിച്ച് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ. ഒരിക്കലും ശിവനെ വന്നിട്ടുള്ള ജീവിതം എനിക്കില്ല. പിന്നെ ഈ എല്ലാ പ്രാവശ്യവും മിക്കവാറും ഇവിടെ തന്നെ വന്നിരിക്കും. കാരണം കടലിന്റെ അന്തരീക്ഷവും ഭഗവാനെയും കണ്ട് ഇടാനായിട്ട്. ഓക്കെ. വിശേഷങ്ങളൊക്കെ നല്ല വിശേഷമാണ്. പൊങ്കാലൊക്കെ ഏതുവരായി? കഴിഞ്ഞ്. എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്ന? വർഷമില്ല, എന്നാലും കുറെ വർഷം വന്നിട്ടുണ്ട്. വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതായത് കണക്ക് നോക്കുമ്പോ 20 വർഷത്തോളമായി അല്ലേ? ഓക്കെ. പൊങ്കാല ദിന ആശംസകൾ. 2026 ജനുവരിയില് നമ്മുടെ ആഴിമലയിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് പൊങ്കാല ദിവസമാണ്. നാളെയാണ് ആറാട്ട്. നാളത്തെ ആറാട്ടോടും കൂടെ ഉത്സവം സമാപിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് കേവ് ടെമ്പിളിന്റെ മുന്നിൽ, കേവ് ടെമ്പിളിന്റെ എക്സിറ്റ് പോയിന്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്റ്റാച്ചുവിന്റെ അടിയിൽ 3 നിലകളിലായിട്ട് 32 ശില്പങ്ങളുണ്ട്. 41 താഴ്ചയിലാണ്. ഇതിനകത്ത് ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉണ്ട് കാണാൻ. നമ്മൾ കാർവിങ് ചെയ്ത് വെച്ചേക്കുന്ന കണക്കാണ് ഉള്ളത്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മളത് പോയി അറിഞ്ഞാലേ നമുക്ക് അതിന്റെ അനുഭവം മനസ്സിലാവത്തുള്ളൂ. ഈ ഒരു ദിവസം എല്ലാവർക്കും പൊങ്കാല ദിന ആശംസിക്കുന്നു.